ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എന്താ വെച്ചാൽ നമ്മളെ സലു കിച്ചൻ വളപുരത്തിൻ്റെ ചാനൽ എങ്ങനെ പോയത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻസ് ഇടുന്നുണ്ട്. സലു കിച്ചൻ്റെ കൂടെ നടന്നോടല്ലേ നീ, സലുവിൻ്റെ ചാനൽ പോയപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ എന്നുള്ളത്. പിന്നെ നോക്കുമ്പോൾ ആ കമൻറ്റ് കാണാനില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം അറിയാതെ ആരും ഒന്നും പറയരുത്. ആരും പൈസ ചാരാൻ പാടില്ല. സലു കിച്ചൻ്റെ ചാനൽ എങ്ങനെ പോയതെന്നുള്ളത് സലു കിച്ചൻ വളപുരം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സലു കിച്ചൻ വളപുരം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിലൂടെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? എൻ്റെ ലൈവിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ലൈവിൽ ചോദിച്ചു, സപ്പോസ് എന്താണ് സരിതാത്താൻ്റെ ചാനൽ പോയോ? അപ്പോൾ അതിനൊക്കെ പാടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സലുമുത്തുമണി എന്നാട്ടോ വിളിക്കൽ. ഞാൻ എൻ്റെ സ്വന്തം താത്താനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ചാനൽ ആക്കിയെടുക്കുക, അത് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താ പറയുക, ചാനൽ നല്ല രീതിയിൽ കൊണ്ട് പോണ ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ. സരിതാത്താൻ്റെ ചാനൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മളൊന്ന് അറിയാതെ ചിരിച്ചു പോകും. ഒരു എന്താ പറയുക, എല്ലാം ഓപ്പണായിട്ടാണ് സംസാരിക്കുക. അപ്പോൾ ചാനലിൽ പോകാൻ കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തോ കൈ തട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അതിൽ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തോ കൈ തട്ടിയിട്ട് പോയി എന്നാണ് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെപ്പോഴും നമ്മളുള്ളിടത്തോളം കാലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും. സരിതാത്ത അതേപോലെ തന്നെ എന്നെ എപ്പോഴും വിളിക്കും, സംസാരിക്കും. നമ്മളൊരു വീട്ടിലംഗം പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോൾ ഞാൻ, സരിതാത്ത, റാബിയ, നൗഷു, ജസിത്താത്ത, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷാനുവിനോട് ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ആരും ഒന്നും അറിയാതെ ഒന്നും പറഞ്ഞുണ്ടാക്കരുത്. ഫസ്റ്റ് വന്ന തന്നെ ഒരു വീഡിയോ, ഏതൊരു സൂഫിയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളാണ് വീഡിയോ ഇട്ടത്, ഇങ്ങനെ ചാനൽ പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ഇതാട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയിൽ വന്നുകൊണ്ട് ഓരോരുത്തർ ബാഡ് കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ സലുവിൻ്റെ കൂടെ നടന്നോളല്ലേ, ഇപ്പോൾ സലുവിൻ്റെ ചാനൽ പോയപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അപ്പോൾ അതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടും അതുപോലെ സലുവിൻ്റെ ചാനൽ എന്താ പറ്റി എന്നുള്ളതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളാരും ഒന്നും പറയരുത്, വില ഇരുത്തരുത് ആരും. എല്ലാം തികഞ്ഞവരാരും ഈ ഭൂമിയിലില്ല. അപ്പോൾ സലുവിന് എന്താ പറയുക, ഞാൻ ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരോടാട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എല്ലാം തികഞ്ഞവരാരും ഇല്ലയെന്ന്. ഇപ്പോൾ സലുതാത്താക്ക് നമ്മളെല്ലാവരും ഓരോ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ കേട്ടോ. അപ്പോൾ സലുതാത്താക്ക് ലൈവ് എടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ലൈവ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അങ്ങനെ പലരും പല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ സലമുത്തുമണി ആരും കുറ്റം പറയരുത്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അവരെ കുറ്റം പറയണത്. അപ്പോൾ ഒരു പാവം നമ്മളെ പോലെ തന്നെയാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, സലു കിച്ചൻ വളപുരം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പഴയ നിങ്ങൾ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്ത് അതിലേറെ കൂടുതലായിട്ട് സലു കിച്ചനെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല കമൻസുകളും എല്ലാം ഇട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മറുപടി അറിയിക്കുക കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ബൈ.